ഹലോ ഫ്രണ്ട്സ് തന്നെ. ഹലോ ഗെയ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം. സ്വാഗതം. ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? അപ്പൊ എല്ലാരും കാണണേന്ന് പറഞ്ഞ കാണണേ. ഇതിലേക്ക് അത്യാവശ്യമായിക്കാണ് വേണ്ടത് 2 നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് സ്മൂത്താക്കി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. പഴം അത്യാവശ്യം മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് സ്മൂത്തായി ഒന്ന് അടിച്ചെടുക്കാൻ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ രീതിയിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തടം മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/4 കപ്പ് മൈദപ്പൊടിയും 1/4 കപ്പ് റവയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങളെ കയ്യിൽ മൈദപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടിൻ്റെ അളവിൽ തന്നെ ഗോതമ്പ് പൊടി എടുത്താലും മതി. ഇനി അതിലേക്ക് ആവശ്യത്തിന് നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ആവശ്യത്തിന് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ബാറ്റർ ഈ രീതിയിലാട്ടോ വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ രീതിയിൽ വേണം ഇതൊന്ന് ആക്കിയെടുക്കാൻ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കേട്ടോ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കായ പൊടിയാണ് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഓരോ ദോശകളായി ചുട്ടെടുക്കാം. അതിന് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാന് നല്ല ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു തവി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ പതിയെ വേണം കേട്ടോ അതൊന്ന് മിക്സാക്കി എടുക്കാൻ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചിട്ട് കാണുന്ന വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഭാഗം വെന്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഭാഗം കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കാനും കൂടി മറക്കരുത് കേട്ടോ. റെസിപ്പി എല്ലാവരും മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എന്നിട്ട് ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ ഓരോ ദോശകളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.